വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പറയുന്നത് 1 മിനിറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ വണ്ടിയുടെ സസ്പെൻഷൻ, ബ്രേക്ക്, ക്ലച്ച്, അതുപോലെ തന്നെ 2 ആക്സിൽ എല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ നിങ്ങൾക്കൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നോർമൽ ഒരു വണ്ടി നോക്കാൻ പോയി, സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കാൻ പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ ആദ്യം കയറിയിരിക്കുക, സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ചവിട്ടുക, ഫസ്റ്റ് ഗിയർ ഇടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് ലോക്ക് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഹാൻഡ് ബ്രേക്ക് നിങ്ങൾക്ക് വലിച്ച് ലോക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും പവറിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ലോക്ക് ചെയ്യുക. കാരണം ബാക്ക് വീലിലാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്, ഹാൻഡ് ബ്രേക്ക് പിന്നെ അനങ്ങരുത്. എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് വണ്ടി റേസ് ചെയ്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഇരിക്കും, ഇങ്ങനെ ഇരുന്നിട്ട് വണ്ടി ഇങ്ങനെ വലിക്കാൻ ശ്രമിക്കും. അപ്പോൾ ബാക്ക് ഇരുന്നിട്ട് വണ്ടി ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ബാക്ക് ഈ ഒരു മോഷനിൽ ആടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സസ്പെൻഷൻ വീക്കാണ്. പക്ഷേ റിമൂവ് ചെയ്യുമ്പോൾ സഡനായിട്ട് നമ്മളൊരു ഷോക്ക് അബ്സോർബർ നമുക്കിങ്ങനെ പ്രസ്സായിട്ട് ഇങ്ങനെ പൊങ്ങുന്നൊരു ഫീൽ കിട്ടുകയാണെങ്കിൽ, അതായത് നമുക്ക് പെർഫെക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ആടുന്ന ഷോക്ക് അബ്സോർബർ കംപ്ലൈൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് റേസ് ചെയ്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, അപ്പോൾ നമുക്കിങ്ങനെ ടൈറ്റായിട്ട് മൂവ് ചെയ്ത് റിവേഴ്സ് ബാക്കിലേക്ക് കറക്റ്റായിട്ട് പൊങ്ങുവാണെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ബാക്ക് സസ്പെൻഷനും പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ റേസ് ചെയ്ത് ക്ലച്ച് ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ സ്ലിപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് വണ്ടി ഓഫായി പോകാണ്ട് ക്ലച്ചിൽ നമുക്ക് വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലച്ചും പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്യാണ്ട് ടൈറ്റായിട്ട് വെച്ചിട്ട് സ്റ്റിയറിങ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് ഓടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ ഇടാം. ഇപ്പോഴും നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ്, ബാക്ക് വീൽ സ്റ്റക്കാണ്, ഫുള്ളായിട്ട് നമ്മൾ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് പിടിച്ചു. എന്നിട്ട് പഴയ പോലെ ആക്സിലറേഷൻ മാക്സിമം കൊടുത്തിട്ട് നമ്മൾ വണ്ടി മൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വണ്ടി പതുക്കെ നിരങ്ങി മൂവ് ആവും, ബാക്ക് നിരങ്ങിയിട്ട് വണ്ടി റൈറ്റിലേക്ക് മൂവ് ആവും. ഈ മൂവ് ആകുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കടകട സൗണ്ടുകളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സിൽ പെർഫെക്റ്റ് ആണ്, ലെഫ്റ്റ് സൈഡ് സസ്പെൻഷനും പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ലോക്ക് ചെയ്യുക, ഫസ്റ്റ് ഗിയർ ഇടുക, നമ്മൾ പിന്നെയും ഒന്നുകൂടി വലിപ്പിക്കുക. ഈ വലിക്കുമ്പോൾ ഈ ഒരു ആട്ടം കിട്ടണം, ഈ ക്ലച്ച് നമ്മളൊന്ന് താങ്ങി വിടണം, വണ്ടി മൊത്തത്തിലൊന്ന് ആടിക്കൊണ്ടിരിക്കണം. ഈ ആടുമ്പോൾ ബാക്ക് സസ്പെൻഷനിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ക്രിക്ക് നോയ്സ് വരും. അതുപോലെ തന്നെ ലെഫ്റ്റ് ആക്സിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ടക്ക് 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 നോയ്സ് വരും. ഈ നോയ്സ് ചെക്ക് ചെയ്യുക. ഈ നോയ്സ് ഒന്നുമില്ല, പെർഫെക്റ്റ് വർക്കിംഗ് ആണ് വണ്ടി. ഒരു പഞ്ചുള്ളൊരു മൂവ്മെൻ്റ് ആണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഷോക്ക് അബ്സോർബറിൽ പ്രസ്സായി ഇരുന്നിട്ട് പതുക്കെ മൂവ് ചെയ്ത് പതുക്കെ പൊങ്ങി വരുന്ന ഒരു മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ പെർഫെക്റ്റ് ആണ്. ശരിക്കും ആടുന്ന സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്, ആടാൻ പാടില്ല. സസ്പെൻഷൻ റിജിഡായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷന് ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യണം, ഈ സസ്പെൻഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ പെർഫെക്റ്റ് ആണ്. അതിനുശേഷം നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ്, ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി റിവേഴ്സ് ഗിയർ ഇടാം. റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വീല് സ്ട്രൈറ്റ് ആക്കിയിട്ട് നമ്മൾ വണ്ടി റിവേഴ്സിലേക്ക് പൊക്കി നോക്കുമ്പോൾ ഇപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ടിക് 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 ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ പെർഫെക്റ്റ് ആണ്. പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷനിൽ മാക്സിമം ലോഡ് കൊടുക്കും നമ്മൾ റിവേഴ്സിൽ ഹാൻഡ് ബ്രേക്ക് ലോക്ക് ചെയ്തിട്ട് വലിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ പെർഫെക്റ്റ് ആണ്. പക്ഷേ ബാക്കിൽ നിന്ന് നമുക്കൊരു നോയ്സ് കിട്ടി. ബാക്കിലെ സസ്പെൻഷൻ ഒരെണ്ണം വീക്ക് ഉണ്ട്. കാരണം അതിൻ്റെ സസ്പെൻഷൻ്റെ മുകളിലൊരു സ്റ്റഡ് മൗണ്ട് ബുഷ് വരുന്നുണ്ട്. ആ ബുഷ് വീക്കായതിൻ്റെ ഒരു നോയ്സാണ് നമുക്ക് ബാക്കിൽ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് മൂവ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്തിട്ടില്ല. നമ്മൾ ഫ്രണ്ടിലേക്കൊന്ന് ചവിട്ടി എടുക്കുമ്പോഴോ ലെഫ്റ്റിലേക്ക് ചവിട്ടി എടുക്കുമ്പോഴോ ഫ്രണ്ട് 2 വീലിൽ ഏതെങ്കിലും വൈബ്രേറ്റ് ചെയ്യുമോ, കടകട നോയ്സ് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ വണ്ടി ഒരു മൊത്തത്തിലോ ഷിവർ ചെയ്യുന്നൊരു ഫീലിങ്ങോ ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ സസ്പെൻഷൻ്റെ സ്റ്റഡ് മൗണ്ട് ബുഷോ ലോവർ ആമോ ടയർ ഓടൻ്റോ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവും. പെർഫെക്റ്റായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് 90% ഒരു കംപ്ലയിൻസ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻജിൻ പെർഫെക്റ്റായിട്ട് അതിനോട് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് എൻജിൻ ഓഫായില്ല, നല്ല കറക്റ്റായിട്ട് എല്ലാ മൂമെൻറ്റ്സിലും എൻജിൻ നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ ഷിവർ ചെയ്തിട്ടില്ല, ഒരുപാട് ഷിവർ ചെയ്യുന്നില്ല, എൻജിൻ ലോഡ് താങ്ങാൻ പറ്റാണ്ട് ഓഫായി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എൻജിൻ്റെ ഒരു കണ്ടീഷനും കൂടി നമുക്ക് നോക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലാവാത്തൊരു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ എല്ലാ ആക്ഷൻസിലും ഹാൻഡ് ബ്രേക്ക് മാക്സിമം വലിച്ചിടാൻ പറ്റുന്ന വലിച്ചിടാം, ഫുള്ളായിട്ട് റൈറ്റിലേക്ക് ഓടിക്കുക, വണ്ടി മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരുപാട് ലൗഡിൽ റേസ് ചെയ്യാനില്ല, ഈ ഒരു മൂവ്മെൻറ്റിൽ പറ്റുന്ന അത്രയും പവറിൽ ആക്സിലേറ്റർ റേസ് ചെയ്യുക. ക്ലച്ച് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ച് ചെയ്ത് കൊടുക്കുക, ക്ലച്ച് മൂവ് ചെയ്യുക, വണ്ടി മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ എല്ലാ ആക്ഷനും, അതായത് റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക്, റിവേഴ്സ്, ഫ്രണ്ട്, ഈ ഇത്രയും ആക്സസിൽ നമുക്ക് വണ്ടി മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഏകദേശം വണ്ടിയുടെ ബോഡി കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഡ്രൈവ് ടെസ്റ്റിൽ അറിയാൻ പറ്റും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് തരിക. നിങ്ങൾക്ക് പകരം ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതാണ്.